നല്ല പച്ചക്ക് തിന്നും. എത്ര നേരമായിട്ട് കാത്തു നിൽക്കുകയെന്നറിയോ? നിങ്ങളെ കണ്ട അന്ന് മുതൽ തുടങ്ങിയ കാത്തു നിൽപ്പാ. നോക്കിക്കോ, ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കൂല. ഇത് ലാസ്റ്റാ. ഇത് പറയാൻ വേണ്ടിയിട്ടല്ലേ വന്നേ. എന്ത് ചെയ്യാൻ പറ്റും? വണ്ടിയുള്ള ഒരു തെണ്ടി പോലും ലിഫ്റ്റ് തരുന്നില്ലെന്നേ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വരില്ലായിരുന്നോ? നാണമാവില്ല ഇത് പറയാനായിട്ട് ലിഫ്റ്റ് ഇല്ലാന്ന്. ഇപ്പോഴത്തെ കാലത്ത് ഏത് ചെറുപ്പക്കാർക്കാണ് വണ്ടി ഇല്ലാത്തത്? ഇതിനും ഭേദമല്ല കാശുള്ളവന്മാരുടെ ഒപ്പം പോയാൽ മതിയായിരുന്നു. നീ പറഞ്ഞ് ശരിയാ. അല്ല, കാശുള്ളവരെ നോക്കായിരുന്നു അല്ലേ? സത്യത്തിൽ ഞാൻ ഇന്ന് കാണണമെന്ന് പറഞ്ഞത് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനാണ്. നിൻ്റെ സാഹചര്യമല്ല എൻ്റെ സാഹചര്യം. എനിക്കിപ്പോൾ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി നീ അനുഭവിക്കുന്ന ഈ സന്തോഷവും സുഖമൊന്നും തരാൻ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ വീട്ടിലെ സാഹചര്യം അതല്ല. സ്വപ്നം പോലെയല്ലോ യാഥാർത്ഥ്യം. കുറച്ച് കഴിയുമ്പോൾ ഈ സ്നേഹമൊക്കെ അബദ്ധമായെന്ന് തോന്നും. നാളെ ഞാൻ പറഞ്ഞത് ശരിയെന്ന് നിനക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതുകൊണ്ട് ആ ഒരു സങ്കടത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ പറഞ്ഞത് നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാ, നിനക്ക് വേണ്ടിയിട്ടാ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഇറങ്ങി വരുവാണെങ്കിൽ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് സ്വർണവും തുണിയും ചെരുപ്പും എടുക്കാവുന്ന എല്ലാം എടുത്തുകൊണ്ട് പോന്നോണം. എന്നാ സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ. നല്ല വിശപ്പ്, ഒരു ബിരിയാണി മേടിച്ചു തരാം. വെറുതെ വേണ്ട, സ്ത്രീധനത്തെ പിടിച്ചോ. അയ്യോ, ചേട്ടൻ. ചേട്ടനോ? ഏത് ചേട്ടൻ? അതെന്റെ അമ്മയുടെ ആദ്യത്തെ കെട്ടിലെ മോനാ. ബെസ്റ്റ് ഫാമിലി. ചേട്ടനെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെയല്ല, വേറെ താമസിക്കണേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കട്ടയ്ക്ക് കൂടെ നിന്നോണം. ഭഗവാനെ കാത്തോണേ. താരോടോ പെണ്ണ്? ഈ പെണ്ണോ? ഇത് എന്റെ പെങ്ങളാണ് ചേട്ടാ. പെങ്ങളാണെങ്കിൽ പോയിക്കോ. നിന്റെ കയ്യിൽ വല്ല മറക്കാനുണ്ടോ? എൻ്റെ അല്ല, വീട്ടിൽ നല്ല തെങ്ങ് കെട്ടിയിട്ടുണ്ട്. എൻ്റെ തവണ കടമണി മറിച്ചതാണ്. വിശന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആ സമയത്ത് ഈ സൈസ് കോമഡി പറഞ്ഞാണല്ലോ ഞാൻ. എടാ, എൻ്റെ അവസ്ഥ അതിനേക്കാൾ മോശമാണ്. നിനക്കറിയോ, 1 മണിക്കൂർ അതിനെട്ട് തീർന്നിട്ട് ഒരു 15 പോസ്റ്റിങ് വന്നിട്ടുണ്ട്, നല്ല പോസ്റ്റുകൾ. എടാ, അവനൊക്കെ നെഗറ്റീവ് കമൻറ്റ് കൊല്ലണ്ടേ? എൻ്റെ കൈ തരിക്കണ്ട നെറ്റില്ലാത്ത കാരണം. അവനാണെങ്കിൽ നെറ്റില്ലാത്തതിൻ്റെ വിഷമം, എനിക്കാണെങ്കിൽ വയറ്റിലൊന്നുമില്ലാത്തതിൻ്റെ വിഷമം. എൻ്റെ ഭഗവാനെ, ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വന്നേച്ച് ഇന്നാ ചേട്ടാ ഒരു 50 രൂപ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തന്നിരുന്നെങ്കിൽ എന്ത് സന്തോഷമല്ലേ. ഭഗവാനെ 50 രൂപ ചോദിച്ചപ്പോ അല്ല, ഇത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം ഞങ്ങൾക്ക് കൊണ്ടു തന്ന പൈസയല്ലേ? അല്ല, ഇത് എന്റെ പ്രാർത്ഥന ഇട്ടിട്ട് ആരാണ്ടൊക്കെ ബക്കറ്റിൽ കൊണ്ടിട്ട പൈസയാണ്. ഇതെന്തിനാ ഞങ്ങൾക്ക് കൊണ്ടു തന്നേ? അയ്യോ, നിങ്ങൾക്ക് കൊണ്ട് തന്നല്ല. 2 കിഡ്നിയും പോയാ? ഇല്ല, പോയിട്ടില്ല, എന്റെ വയറ്റിൽ തന്നെ ഉണ്ട്. അതല്ല, 2 കിഡ്നിയും പോയാലേ മരിച്ചു. സത്യം ഞാൻ പറയണത്. എന്റെ ടോൺ അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെന്ന് തോന്നുന്നു. വ്യക്തമായിട്ട് പറ ചേട്ടാ. 2 കിഡ്നിയും പോയ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ സംഭാവന പിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ചേട്ടൻ എന്തായാലും തരണം. ഞാൻ എന്തായാലും തന്നെ എന്ന് പറഞ്ഞാൽ ഞാനാണ് ആ പിള്ളേ കിഡ്നി ഞെക്കി പൊട്ടിച്ച് കളഞ്ഞത്. അതല്ലെന്ന് ചേട്ടാ, എന്തെങ്കിലും ഒരു സംഭാവന ഉണ്ട്. ഒരു മനുഷ്യജീവനല്ലേ? ഇതിലേക്ക് ഞങ്ങൾ സംഭാവന ഇട്ടാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും?
ഞങ്ങൾക്ക് നിങ്ങൾ സംഭാവന തരുകയാണെങ്കിൽ കിട്ടുന്നതിൽ 50-50. മനസ്സിലായില്ല. അവിടെ ഒരു ഓട്ടോ നിൽക്കുന്നുണ്ടാ, ആ ഓട്ടോന്റെ ഉള്ളിൽ എന്റെ സഹോദരൻ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്. ആള് പാട്ട് പാടുമ്പോ ഞാൻ ഈ ബക്കറ്റും കൊണ്ട് കളക്ട് ചെയ്യും. അങ്ങനെ കളക്ട് ചെയ്ത പൈസ നമ്മൾ 50-50 അടിക്കുന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങളിപ്പോൾ അങ്ങ് ചെല്ല്, ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. നിങ്ങൾ പ്ലാൻ ചെയ്യും, ഞാൻ അപ്പോഴേക്കും 2 പഴയ പാട്ട് കീച്ചിട്ട് അവിടെ നിൽക്കാം. ഓക്കെ ഓക്കെ 50-50. നല്ല ഐഡിയ അല്ലേ? നല്ല ഐഡിയ. 50-50 ആർക്കും പറയടാ, വെറുതെ അല്ല നീ രക്ഷപ്പെടാത്തത്. എടാ അവൾ ഈ പറഞ്ഞ 50-50 അതല്ല നമുക്ക് വേണ്ടത്. അവൾ പറഞ്ഞ ഫുൾ കളക്ഷൻ അത് നമ്മുടെ കയ്യിലേക്ക് വരണം. അതെങ്ങനെ? അതിന് വഴിയുണ്ട്, നീ വാ. പ്രിയമുള്ള ദേശവാസികളെ, ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇരു വൃക്കകളും തകരാറായ പി ശശിയുടെ ചേച്ചി ശശിയുടെ ശശികുട്ടനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ധനസഹായവുമായിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം 2 കിഡ്നി ഉണ്ട്. ഒന്ന് പോയാൽ ഒന്ന് സ്റ്റെപ്പിനി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ പി ശശിക്ക് 2 കിഡ്നിയും ഇല്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പിന് വരെ അടിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ആ പാപത്തിന് വേണ്ടിയുള്ള ഓപ്പറേഷന് വേണ്ടിയുള്ള ധന ശേഖരണമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബക്കറ്റുമായി വരികയാണ്. ഞങ്ങൾക്കാരുടെ നയ പൈസ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വീട്ടിൽ ഇട്ട് മൂടാൻ പാകത്തിന് സ്വത്തുള്ള ടീമുകളാണ്. പക്ഷേ പി ശശിക്ക് വേണ്ടി ഞങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസ നിങ്ങൾ കൊടുക്കണമേ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം അല്ലാതെ നടത്തുകയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും ആകും. പത്തനംതിട്ട ഒരു 6 ലക്ഷം രൂപ ഉണ്ട് ഞങ്ങൾ മാത്രം ബുക്കിംഗ് നടത്തിയാണ്. ആ അതെ അതെ അതെ. അപ്പോൾ ഇന്ന് ആ 5 ലക്ഷം രൂപയോ 6 ലക്ഷം രൂപയോ നോക്കാതെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പാട്ട് പാടുകയാണ്. 5 നയ പൈസ, ഞങ്ങൾക്കാരുടെ പൈസ വേണ്ട. അപ്പോൾ ഞങ്ങൾ പാടുമ്പോൾ ഞങ്ങളുടെ പയ്യനെ സഹായത്തിന് വേണ്ടി നിങ്ങളെല്ലാവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കും. നേരം ബുക്കിന് പാടണ പാട്ടല്ല, നിന്നാണേ നേരം ബുക്കിന് പാടണ പാട്ടല്ല. കള്ളു കുടിച്ചോണ്ടല്ല കരളു പിടഞ്ഞിട്ടാണേ, കള്ളു കുടിച്ചോണ്ടല്ല കരളു പിടഞ്ഞിട്ടാണേ. കണ്ണേ പെണ്ണെ കറുത്ത പെണ്ണെ ഇറുക്ക് പാടണതല്ല, കണ്ണേ പെണ്ണെ കറുത്ത പെണ്ണെ ഇറുക്ക് പാടണതല്ല. നേരാണേ നേരം ബൊക്കിന് പാടണ പാട്ടല്ല, നിന്നാണേ നേരം ബൊക്കിന് പാടണ പാട്ടല്ല. ഈ പാട്ട് ചേട്ടാ ഞങ്ങൾ ഒരു പാപത്തിന് വേണ്ടി അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള നാണവും മാനവും വിറ്റുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ നടത്തുന്നത്. ഒന്നു വിളയണമെന്ന് ആ മണ്ണിലെനിക്കൊരു പെണ്ണ്, ഒന്നു വിളയണമെന്ന് ആ മണ്ണിലെനിക്കൊരു പെണ്ണ്. പെണ്ണെ നിന്നെ കാണാൻ എൻ്റെ കരള് തുടിക്കണ് കണ്ണേ, പെണ്ണെ നിന്നെ കാണാൻ എൻ്റെ കരള് തുടിക്കണ് കണ്ണേ. കാലം മാറ്റാതൊരു പഴമൊഴിയുടെ തോളു പിടിക്കണ പെണ്ണേ, കാലം മാറ്റാതൊരു പഴമൊഴിയുടെ തോളു പിടിക്കണ പെണ്ണേ. കണ്ണേ പെണ്ണെ കറുത്ത പെണ്ണെ കിറുക്കു പാടണതല്ല, കണ്ണേ പെണ്ണെ കറുത്ത പെണ്ണെ കിറുക്കു പാടണതല്ല.
തകരാറിലായ ഒരു ചെറുപ്പക്കാരൻ്റെ ദീനരോധനം കണ്ടു നിൽക്കാനാകാതെ ആ വ്യക്തിക്ക് ഒരു പുനർജന്മം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മഹത് പ്രയത്നമാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. കണ്ടു പരിപാടി, പാട്ട് കൊള്ളാം, നന്നായിട്ട് കലാകാരൻ. പ്രിയമുള്ളവരെ, മനസ്സലിഞ്ഞ് കണ്ട് ഈ നാട്ടിലെ ഒരു കലാകാരൻ ഈ പുണ്യപ്രവൃത്തിക്ക് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് ചെയ്യാനായി അദ്ദേഹം വന്നിരിക്കുകയാണ്. ശരിക്കും ആക്ച്വലി ഞാൻ ഒരു അവതാരകനാണ്, ആങ്കറാണ്. പ്രിയമുള്ളവരെ, പ്രൊഫഷണൽ അവതാരകനാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് വേദികളിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ PP ശശിയുടെ ചികിത്സാ ധനസഹായത്തിൻ്റെ പിന്തുണയുമായിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുമ്പം ഒരു കലാകാരൻ നിലയിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ എന്നാൽ ആവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്പം എൻ്റെ നാടായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പല ആൾക്കാരും ഇവിടെ കേൾക്കും. തീർച്ചയായിട്ടും അതാ ഞാൻ സംസാരിക്കാം. പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, എൻ്റെ സ്വന്തം നാട്ടുകാരെ, ഇത് കണ്ടോ, വളരെ വേദനാജനകമായൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹം PP ശശിയുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം, എല്ലാവർക്കും നമുക്ക് സഹായം ചെയ്യാം, എല്ലാവരും സഹായം ചെയ്യണം കേട്ടോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ സുഗമമായി നടത്താൻ, സുഗമമായി വിജയിക്കാൻ വേണ്ടി ഒരു നല്ല കൈഡി കൊടുത്തേ. അടിപൊളി കൈഡി, ഗീവ് എ ബിഗ് ക്ലാപ്പ് പ്ലീസ്. ഹലോ ഓഡിയൻസ്, എന്താ ഉഷാറില്ലാണ്ടിരിക്കുന്നത്, ഒരു കൈഡി. എന്തേ ബിഗ് ക്ലാപ്പോ? അല്ല, ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് ആങ്കർമാരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ആങ്കർമാരാന്ന് പറഞ്ഞാൽ തോന്നിയ ദിവസം വിളിച്ചു പറയാത്. ഞങ്ങളുടെ ചങ്കാണത്. നല്ല ക്ലാപ്പ് കിട്ടാനോ? എൻ്റെ നാടായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. സഹോദര, ഞങ്ങളൊന്ന് ഇത് വിജയിപ്പിച്ചോട്ടെ പ്ലീസ്. ഞങ്ങളൊന്ന് അരി വിജയിപ്പിച്ചോട്ടെ, ഞങ്ങൾ രക്ഷിച്ചോട്ടെ. പയ്യന്റെ വൃക്കയുടെ ഓപ്പറേഷൻ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് റെഡി ആയിക്കോട്ടെ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എൻ്റെ വൈബാക്കാനുള്ള പ്ലീസ്. അത് വിഷയമല്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ ഒരു കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്ര കളക്ഷൻ കൊണ്ട് മാത്രം നമ്മുടെ PP ശശിയുടെ ഓപ്പറേഷൻ ചെറുപ്പക്കാരനല്ല, കറക്റ്റായിട്ട് നടക്കില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഇല്ലേ, അങ്ങനെയല്ലേ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് കളക്ഷൻ വേണം, ഒരുപാട് സുമനസ്സുകളുടെ സഹകരണം വേണമെന്നാണ് ഡോക്ടർമാർ പ്രത്യേകം ചീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കൈ ഇങ്ങോട്ട് കേട്ട്. അങ്ങനെ വരുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് മാക്സിമം കളക്ട് ചെയ്ത് മാക്സിമം ഊറ്റിയല്ല മാക്സിമം കൈപ്പറ്റി കൊണ്ടുവേണം ഞങ്ങൾക്ക് അടുത്ത ജംഗ്ഷനിലേക്ക് പോകാൻ. അവിടെ നിന്നും ഞങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി കൈപ്പറ്റണം. എങ്കിൽ മാത്രമേ നമ്മുടെ PP ശശിയുടെ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടത്താൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള ആ ഉണ്ടോ? എന്താ എന്റെ സംഭവം? ചേട്ടാ, ഞങ്ങൾ ഈ പാവത്തിന് വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്കറിയാമോ? ഇവിടെ എല്ലാവരും ചോദിച്ചാൽ ഞാൻ അറിയാമോ? ചേട്ടനിപ്പോ ആരായാലും എന്താ സംഭവം? ഇതിൽ ചേട്ടന് വീതം ഞാൻ കൊണ്ടുപോകുന്നത് വീതോ? എന്റെ വീതം എനിക്ക് ചേട്ടാ, കാലത്തെ 10 മണിക്ക് കൊടുക്കുന്ന പരിപാടിയാത്. ഒരു വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഒരു പാവത്തിനെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ കാശുണ്ടാക്കിയോ ചേട്ടൻ മേടിച്ചോണ്ടോ നോക്കണോ? ചേട്ടാ, അലപ്പണാക്കിട്ടാ ഞങ്ങൾ കഷ്ടപ്പെട്ടാക്കി കാശാണ്. ഞാനെന്ത് വേണം? എന്റെ വീതം എനിക്ക് വേണമെന്നേ. ഒരു വെയിലത്ത് ഞങ്ങൾ പാടിയതറിയോ? ഞങ്ങളുടെ കാശാണ്. ചേട്ടൻ എനിക്ക് സാധനം വേണം. ഏത് സാധനം വേണം? എനിക്ക് എന്റെ വീതം വേണം. അത് പറ്റില്ല, അത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് എന്റെ പൈസയാണ്. ഇത് എനിക്ക് അവകാശപ്പെട്ട പൈസയാണ്. ഞങ്ങൾ കാക്കിയതല്ലേ? എന്റെ പൈസയാണ്. ഇത് എന്റെ വീതം എനിക്ക് വേണം. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഞങ്ങൾ കാലത്ത് പോലെ കഷ്ടപ്പെടണം. നിങ്ങൾ ഇത് എന്റെ വീതമാണ്. ഇത് എന്റെ കഷ്ടപ്പാട്. ഇത് എന്റെ വീതമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ടില്ല. ഈ പുള്ളി കൊണ്ടുപോകണേ. ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ട് അവന്റെ ഇരു വൃക്കകളും തകരാറായി ഞങ്ങൾ കഷ്ടപ്പെട്ട് പാടി ഉണ്ടാക്കിയ കഷ്ടപ്പെട്ടെന്ന് ഇത് എന്ത് കഷ്ടപ്പെട്ട്? ഞങ്ങൾ കഷ്ടപ്പെട്ട നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്ത് കഷ്ടപ്പെട്ട്? ഞങ്ങൾ എന്റെ കൈക്ക് പഠിച്ചത്. പിന്നെ ഇതാരെന്നറിയാമോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടായി കൊച്ചാണ്. എന്റെ കൊച്ചാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടായി കൊച്ചാണ്. എന്റെ അറിയില്ല, ഒരു പ്രശ്നമില്ല. അവന്റെ ഒരു പേർക്ക് ഒരു പ്രശ്നമില്ല. എന്തിനാ സ്ഥലത്ത് ഈ പൈസ ആര് പറഞ്ഞതാ? ഇനി ആരൊക്കെ പറയണത്? നീ എവിടെ നോക്കി ആരുടെ പടം അവിടെ എടുത്തടിച്ച